എന്താണ് ക്യാൻസർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാൻസർ വരുന്നത് എന്നുള്ളത് മിക്കവാറും ആളുകൾ ആലോചിക്കുന്ന കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളുണ്ട്. ഈ കോശങ്ങളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പഴകും തോറും അതിൽ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവും. അതൊരു ഓട്ടോമേറ്റഡ് സിസ്റ്റം പോലെയാണ്. നമ്മുടെ സെൽസിലുള്ള DNA ആണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പം സാധാരണഗതിയിൽ ഇതിനൊരു കൺട്രോളിലാണ് എന്ന് പറഞ്ഞാൽ എത്ര കോശങ്ങൾ ഉണ്ടാവണം, പഴകുമ്പോൾ അത് മാറുക, പുതിയത് വരിക, അങ്ങനെയുള്ള രീതിയിലാണ് അത് പോകുന്നത്. അപ്പം ചില സന്ദർഭങ്ങളിൽ എന്ത് സംഭവിക്കുന്നത്, ഈ DNA കൺട്രോൾ അതിൽ പോകും. DNA എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ അനിയന്ത്രിതമായിട്ട് ഈ കോശങ്ങൾ വളരാനും വിഭജിക്കാനും ഒക്കെ തുടങ്ങും. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ക്യാൻസർ വന്നു എന്ന് പറയുന്നത്. ക്യാൻസർ വരുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ DNA വരുന്ന വ്യത്യാസങ്ങളാണ്. മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്, ജനറ്റിക് മ്യൂട്ടേഷൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ DNA കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ടിട്ട് ഈ കോശങ്ങൾ വിഭജനത്തിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടും. അതിൽ ചിലർക്ക് ജന്മന അങ്ങനെ വരുന്നതുണ്ട്. പിന്നെ അതിലുള്ള കാരണങ്ങളായിട്ട് കൂടുതലായിട്ട് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പുകവലി, മദ്യപാനം, ചില റേഡിയേഷൻസ്, UV റേഡിയേഷൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെയുള്ള ചില റേഡിയേഷൻസ്, പിന്നെ ചില മരുന്നുകൾ, ചില കെമിക്കൽ എക്സ്പോഷറുകൾ, ഭക്ഷണ സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ പറയുന്നത്, ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസ് പോയി ആ സെൽസിനെ ഇറിറ്റേറ്റ് ചെയ്തിട്ട് അങ്ങനെ DNA ചേഞ്ച് വരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് അങ്ങനെയാണ്. പിന്നെ ചില ഇൻഫെക്ഷനുകൾ, പിന്നീട് ഇപ്പം HPV, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, B വൈറസ് പോലുള്ള വൈറസുകൾ ഒക്കെ ചിലപ്പം ഭാവിയിൽ ക്യാൻസർ ഡെവലപ്പ് ചെയ്യാൻ കാരണവും. അപ്പം ഈ ക്യാൻസറിനെ പറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഈ ക്യാൻസറിനെ പറ്റി കൂടുതൽ അറിയുകയും അത് വരാനുള്ള സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഒഴിവാക്കുകയാണ് വേണ്ടത്.